രാഹുൽ ചാഹറിന് മുന്നിൽ കീഴടങ്ങുമ്പോൾ ഒരു അപൂർവ റെക്കോർഡാണ്. മീൻസ് IPL ഒരു ബൗളർക്ക് മുന്നിൽ കീഴടങ്ങാതെ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരമാണ് രാഹുൽ എന്ന് പറയുന്നത്. അതായത് ഈ ചാഹറിനെതിരെ 100 പന്തിൽ ഇതിനു മുമ്പ് ഇന്നത്തെ മത്സരത്തിന് മുമ്പ് 100 പന്തിൽ 139 റൺസ് എടുത്തിട്ടുള്ള താരമാണ്. അതായത് ഇതുവരെ അദ്ദേഹത്തിന് കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് രാഹുൽ ചാഹറിന് മുന്നിൽ ചാഹറിന് മുന്നിൽ അദ്ദേഹം വീഴുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലെ പോലെ ഒരുപക്ഷെ വെല്ലുവിളി കൂടുതലുണ്ടാവുക ലോകേഷ് രാഹുലിനായിരിക്കുമോ ഈ സ്റ്റേബിൾ ആയിട്ടുള്ള ഈ ടീമിൽ, ഡൽഹി ക്യാപിറ്റൽസ്? വേറെ ഒന്നുണ്ട്, രാഹുൽ ഇതാദ്യമായിട്ടാണ് മുംബൈക്കെതിരെ ഒരു സിംഗിൾ ഡിജിറ്റിൽ പുറത്താവുന്നത്. ബാക്കി ഇതുവരെ IPL എല്ലാ മത്സരത്തിലും അദ്ദേഹം 2 ഡിജിറ്റിലേക്ക് കടന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു സിംഗിൾ ഡിജിറ്റിന് പുറത്താവുന്നത്. കഴിഞ്ഞ തവണ ആദ്യ പന്തിൽ പുറത്താവുന്നു, ഇത്തവണ 3 പന്ത് നേരിടുന്നു, പുറത്താവുന്നു. അപ്പോൾ എങ്ങനെയാണ് ടീം ലൈനപ്പ്? ഇപ്പം ജയേഷ് പറഞ്ഞൊരു കാര്യം പ്രസക്തമാണ്. അവിടെ മുംബൈ വലിയ ചേഞ്ചസ് വരുത്തി, അതേസമയം ഒരു മാറ്റവും ഇല്ലാതെയാണെന്ന് DC കളിക്കാൻ ഇറങ്ങിയതെന്ന് കൂടിയാണ്. അപ്പോൾ ഈ ടീം ഘടനയിൽ മുംബൈയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് അവരുടെ ക്വിൻ്റൺ ഡീകോക്കിനെ പോലും അവർ പരീക്ഷിക്കുന്നില്ല. റിക്കൽട്ടനെ വിശ്വാസം അർപ്പിക്കാൻ അതിന് കോച്ച് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു മികച്ച താരമാണെങ്കിൽ കൂടിയും ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്ന റിക്കൽട്ടനെയാണ് എന്നാണ് മഹേല ജയവർദ്ധനെ പറഞ്ഞത്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ടീം ഘടനയിൽ എത്രത്തോളം നിർണായകമാണ് ഇന്നത്തെ ബാറ്റിംഗ് ലൈനപ്പ്, ടീം ലൈനപ്പ് നോക്കുകയാണെങ്കിൽ എൻ്റെ ടീമിൻ്റെയും ഇന്നത്തെ ടീം ലൈനപ്പ് നോക്കുമ്പോൾ മുംബൈ ഈ ഡൽഹിയെ അത്രത്തോളം ഒരു എതിരാളികളായിട്ട് കാണാത്തതുപോലെ അവരുടെ ശക്തിയെ വില കുറച്ച് കാണുന്ന രീതിയിലൊരു ടീം കോമ്പിനേഷനാണ് അവരെടുത്തതെന്ന് തോന്നുന്നു. കാരണം ഒരു കാരണവശാലും ട്രെന്റ് ബോൾട്ടിനെ ജയേഷ് പറഞ്ഞ പോലെ മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാ പ്രാവശ്യവും പവർ പ്ലേയിൽ ഫസ്റ്റ് തന്നെ വിക്കറ്റ് എടുക്കുന്ന ഒരു താരമാണ് ട്രെന്റ് ബോൾട്ട്. മറ്റുള്ളവരുടെ എബിലിറ്റിയെ വില കുറച്ച് കാണുകയല്ല. പക്ഷെ അവിടെ ഒരു എന്താ പറയുക, ട്രെന്റ് ബോൾട്ട് ഇല്ലാത്തപ്പോൾ തന്നെ അവരുടെ ഒരു ബോളിംഗ് വീക്കായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ ഇല്ല. ഹാർദിക് പാണ്ഡ്യ അവരുടെ ക്യാപ്റ്റനാണ്, നായകനാണ്. ഹാർദിക്കിൻ്റെ ഒരു പൊസിഷൻ അവിടെ കൃത്യമായിട്ടും നമുക്ക് കാരണം ആ സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഈ ഇരട്ടിയിലധികം സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു താരമാണ് ഹാർദിക്കിൻ്റെ അഭാവം കൃത്യമായിട്ടും ഇവിടെ നിയലിച്ചിട്ടുണ്ട്. പിന്നെ ഈ പിച്ച് എന്ന് പറയുമ്പോൾ തന്നെ വളരെ സ്ലോ ആയിട്ടുള്ളൊരു പിച്ചാണ്. തുടക്കത്തിൽ തന്നെ നമുക്കറിയാം, ഈ രോഹിത് ശർമ്മ ബാറ്റ് ചെയ്യുന്ന സമയത്തും സൂര്യകുമാർ ബാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവരുടെ ഈ ആ സ്ലോ പിച്ചായതിൻ്റെ ഒരു പ്രശ്നങ്ങൾ അവരുടെ ബാറ്റിംഗ് കഴിഞ്ഞില്ല എന്നാണ് രോഹിത് മത്സരശേഷം പറഞ്ഞത്. ബാറ്റിലേക്ക് പന്ത് എത്തുന്നുണ്ടായിരുന്നില്ല. അത് നമ്മൾ തുടക്കം തന്നെ നമ്മളത് കണ്ടിട്ടുണ്ട്. രോഹിത് ബാറ്റ് ചെയ്യുമ്പോൾ ഒക്കെ അത് നന്നായിട്ട് ഈ പിച്ചിനെ യൂട്ടിലൈസ് ചെയ്തത് ലുങ്കി എങ്കടിയാണ്. അദ്ദേഹം കഴിഞ്ഞ ലോകകപ്പിൽ എങ്ങനെ ഇത് യൂട്ടിലൈസ് ചെയ്തു, രോഹിത്തിനെ ട്രബിളിൽ ആക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്ലോ പന്തുകൾ മാത്രമല്ല, സ്ലോ യോർക്കേഴ്സും അദ്ദേഹം ഒരുപാട് എറിയുണ്ടായി. അതായത് കഴിഞ്ഞ ലോകകപ്പിൽ എവിടെയാണോ അദ്ദേഹം നിർത്തിയത് അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിൽ അദ്ദേഹം വേരിയേഷൻസ് കൊണ്ട് T20യിൽ എന്തൊക്കെ മായാജാലം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ലുങ്കി എങ്കടി ആ ബോളർ ഇപ്പോൾ കഴിഞ്ഞ കുറേ മത്സരങ്ങളിലായി അദ്ദേഹം അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.